എല്ലാ ശ്രോതാക്കളെയും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്ന് സാധാരണയായി ഒരു മീഡിയം ടൈപ്പ് ബിസിനസ്സുകാരൻ കേൾക്കുന്ന ഒരു കംപ്ലൈൻറ്റ്, അവരുടെ ബിസിനസ് ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. കാരണം വലിയ മാളുകളുടെ അരങ്ങേറ്റം. തികച്ചും ഇതൊരു അടിസ്ഥാനരഹിതമായ ഒരു വസ്തുതയാണ്. അതെല്ലാവരും ഒന്നും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ബിസിനസ് എങ്ങനെ കുറയുന്നു, അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും. ആ കാരണങ്ങളെ കണ്ടെത്തി അതിനെ ഒന്ന് നേരെയാക്കിയാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, എല്ലാവർക്കും ബിസിനസ് ഉണ്ടാകും. ഇനി നമ്മുടെ ഒരു സർവേയിൽ മനസ്സിലാക്കാൻ പറ്റിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ബിസിനസ്സുകാരോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ഇതിൽ ഏതാണ്ടൊരു 90% ആൾക്കാരും അവരൊരു പഴയ സ്റ്റൈൽ ബിസിനസ്സാണ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. ഇവർക്ക് 1 മുറി 2 മുറി കട കാണും, അതിലൊത്തിരി സാധനങ്ങൾ കാണും. ആ കടയിൽ എന്തൊക്കെ സാധനമുണ്ടെന്ന് പുറത്ത് വരുന്നവർക്ക് അറിയാൻ പറ്റില്ല. ഈ കടയ്ക്ക് മുന്നിലായിട്ട് ഇവരൊരു അലമാരങ്ങ് ഫിക്സ് ചെയ്യും, അതിൽ കുറച്ച് ബിസ്ക്കറ്റും എന്തൊക്കെ സാധനങ്ങളൊക്കെ അങ്ങ് അടുക്കി വയ്ക്കും. ഒരു വ്യക്തികൾക്ക് ആ കടയുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അവരാകെ ചെയ്യുന്നൊരു കാര്യം, കടയുടെ മുന്നിൽ വന്ന് ചോദിക്കും, ഇന്നതുണ്ടോ, ആ സാധനമുണ്ടോ, ഇതൊക്കെ ചോദിക്കും. ഇവർ ചോദിക്കുമ്പോൾ പിന്നെ അവർ ചോദിക്കും ഇനി വില എന്താണെന്ന്. 1 തവണ 2 തവണ ഇവർ പോയി നോക്കിയതൊന്നും വിലയൊന്നും പറയാൻ പറ്റില്ല, ഇറിറ്റേറ്റ് ചെയ്യും. സോ ബോത്ത് സൈഡ്, ഈ കസ്റ്റമറും ഈ കട നടത്തിപ്പുകാരും തമ്മിൽ ഇറിറ്റേറ്റ് ചെയ്യും. ആ രീതിയിലുള്ളൊരു സംവിധാനമാണ്. സുഹൃത്തുക്കളെ, ഈ കൊച്ചു ബിസിനസ്സുകാരോടൊന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം ആവശ്യമാണ്. നിങ്ങൾ ആ മാറ്റം ഉൾക്കൊണ്ടാൽ നിങ്ങൾക്കൊരു ആവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം പറഞ്ഞുതരാം. സപ്പോസ് ഇപ്പോൾ ഒരു കട, സാധാരണ നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 4 ഫ്രണ്ട് വശം കഴിച്ചാൽ ബാക്കി 3 ചുമർ. ഈ 3 ചുമരിലും ശരിക്കും അങ്ങോട്ട് അലമാര ഫിക്സ് ചെയ്യും. അതിൽ കുറേ കണ്ണാടി ഷട്ടേഴ്സൊക്കെ കാണും. ഈ സാധനങ്ങളെല്ലാം അതിലോട്ട് അങ്ങോട്ട് അടുക്കി വയ്ക്കും. എന്തൊക്കെ സാധനമുണ്ട് ഇവർക്ക് തന്നെ അറിയാൻ പറ്റില്ല. കുറച്ച് സോപ്പ് ഒക്കെ, എവറിത്തിങ്. പിന്നെ ബാക്കിയുള്ള ശേഷം നല്ല ചാക്ക് കണക്കിന് അരിയും അതൊക്കെ കൊണ്ട് അതങ്ങോട്ട് ഫില്ല് ചെയ്യും. എലിയും മറ്റുമൊക്കെ ഇങ്ങനെ അത് കിടന്ന് വിരയിക്കും. എല്ലാ ജീവികളും അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടി. ഇവർക്ക് അതൊന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ സാധനങ്ങൾ അടിക്കാൻ അവിടെ ഒന്നും കൈയൊന്നും പോവില്ല. നിങ്ങൾ ഇതിനൊരു മാറ്റം കൊടുക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ 100% മാറ്റങ്ങളുണ്ടാകും. ആദ്യമായി ചെയ്യേണ്ടത്, നിങ്ങൾ ആ 3 അലമാരകളിലുള്ള ആ ഷട്ടേഴ്സ് എടുത്ത് മാറ്റിയതിന് ശേഷം, ഇപ്പോൾ ഒരു ഷെൽഫിൽ വന്നൊരു 4 ഷെൽഫായിരിക്കും ഈ സാധനങ്ങൾ വയ്ക്കാനുള്ള റാക്ക്. അതിന് 1-2 കൂടെ അഡീഷണൽ ആക്കിയിട്ട് ഈ ഷട്ടർ മാറ്റി ഉള്ള സാധനങ്ങളെല്ലാം അതിലങ്ങ് ഡിസ്പ്ലേ ചെയ്യുക. സാധിച്ചാൽ ഈ നടുക്ക് കുറേ അധികം സ്ഥലങ്ങളുണ്ട്, അതായത് നിങ്ങളുടെ ഈ റൈസ് ബാഗ് അതെല്ലാം എടുത്ത് മാറ്റി അത് വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഒരാളെ വെച്ചോ അത് ചെറിയ പോക്കറ്റുകളായി 1 കിലോ 2 കിലോ 5 കിലോ പോക്കറ്റാക്കി, പഞ്ചസാരയുള്ള ഐറ്റം പോക്കറ്റാക്കി ഷെൽഫ് വയ്ക്കുക. എന്നിട്ട് ആ ഫ്രണ്ടിലുള്ള ഷെൽഫ് എടുത്ത് നിങ്ങളങ്ങ് മാറ്റുക. ആൾക്കാർ ഉള്ളിൽ കയറി വരട്ടെ. അവർ വന്ന് അവിടെ എന്ത് സാധനം ഉണ്ടെന്ന് അവർ തന്നെ തിരഞ്ഞെടുത്തോളാം. അവർക്ക് പ്രൈസ് കാണാൻ പറ്റും. ഒരു പക്ഷേ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ കണ്ടെന്ന് വരും. എങ്കിൽ അവരടുത്ത തവണ വരുമ്പോൾ ആ സാധനം അവിടെ നിന്ന് വാങ്ങാനുള്ളൊരു ഇൻട്രസ്റ്റ് അവരിൽ കാണും. ഇതുമൂലം കാണിക്കും. ഒരിക്കലും ഈ കട ബ്ലോക്ക് ചെയ്ത് അകത്ത് ആൾക്കാരെ പ്രവേശിക്കുന്ന അതങ്ങ് തടസ്സപ്പെടുത്തരുത്. അവരെ ഉള്ളിലോട്ട് വരിക. സാധിച്ചാൽ 2-3 ബാസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബാസ്ക്കറ്റ് അവർക്ക് വേണ്ട സാധനങ്ങൾ അതിലെടുത്ത് ചെറിയൊരു ടേബിളിൻ്റെ സ്പേസ് നിങ്ങളുടെ ക്യാഷ് വാങ്ങാനുള്ളത് ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ വന്ന് ക്യാഷ് നിന്ന് അവരങ്ങ് കൊണ്ടുപോകും. ഇനി
അത് കഴിഞ്ഞാൽ അടുത്തായിട്ട് ഈ സെൻട്രലായിട്ട് ഒരു ഷെൽഫ് വയ്ക്കുക. അപ്പോൾ 2 മുറി കടയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഷെൽഫ് സെൻട്രലായിട്ട് ഫേസ് വയ്ക്കാം. അത് ഫ്രണ്ട് വന്ന് ബാക്ക് സൈഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. 2 ഷെൽഫ് ഇൻ ബിറ്റ്വീൻ 2 ഷെൽഫിൻ്റെ ഉള്ളിൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഷെൽഫിൻ്റെ 2 വശം നിങ്ങൾക്ക് സാധനം വയ്ക്കാം. അതും കുറച്ച് സൗകര്യമായി. ഇപ്പോൾ ചെറിയ കടയാണെങ്കിൽ ഒരു ഷെൽഫ് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ സാധനങ്ങളെല്ലാം അടുക്കി വെച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് സാധനമാണെന്ന് എല്ലാവർക്കും വരുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇനി ഒരു പക്ഷേ അവർക്ക് ആവശ്യമുള്ള സാധനം എത്രയാണ് അതിൻ്റെ വില അന്വേഷിക്കാൻ നിങ്ങളോട് ചോദിക്കില്ല. അത് നോക്കി അതിൽ തന്നെ MRP എഴുതിയിട്ടുണ്ടായിരിക്കും. അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഇവർക്ക് ബഡ്ജറ്റ് ഉണ്ട്, അപ്പോൾ വാങ്ങുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം വരും ഇന്ന സാധനം ഇവിടെ ഉണ്ട് അവിടെ പോയി വാങ്ങുക എന്നുള്ള ധാരണ ഉണ്ടാകും. പിന്നെ ഇപ്പോഴത്തെ മറ്റൊരു ടെൻഡൻസി, ഇപ്പോൾ മോസ്റ്റ്ലി ഈ വൈകുന്നേരം ജോലിക്ക് കഴിഞ്ഞ് വന്നാൽ ചെറിയൊരു ഔട്ടിങ് പോലെ എന്തെങ്കിലും സാധനം പർച്ചേസ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും ഒരു കൊച്ചു കുഞ്ഞും കാണും. ഇവർ ചേർന്നായിരിക്കും വരിക. ഇവർ ചേർന്ന് സാധനം വാങ്ങാൻ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും കാണില്ല. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ 2 മുറി കട ഉണ്ടെങ്കിൽ ഒരുവിധം മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു റൗണ്ട് ടേബിൾ ഇട്ട് 2-3 ചെയറും അതിൽ കൂടെ ഘടിപ്പിക്കുകയാണെങ്കിൽ ഈ വരുന്ന ആളുടെ ഹസ്ബൻഡും വൈഫിനും ആർക്കും ഒരാൾക്ക് അവിടെ ഇരിക്കാം. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്താം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് പോയി സാധനം എടുക്കാം. ഇതൊന്നും വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യമേ ഉള്ളൂ. അതെങ്ങനെ ചെയ്യുക, അതിന് സ്ഥലം വേണ്ട, അതൊക്കെ അതിൽ മുട്ടുന്യായങ്ങളാണ്. ഈ ഉള്ള ബാഗും ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് തിങ്സ് അതിൻ്റെ അകത്ത് കൊണ്ട് കുത്തിക്കയറ്റണ്ട. അതെല്ലാം പുറത്തൊക്കെ മാറ്റി വയ്ക്കുക, ഒരാവശ്യമില്ല. എന്നതിന് ശേഷം ഇത് സെറ്റിംഗ് ആയതിന് ശേഷം ഫ്യൂച്ചറിൽ ഞാൻ ഉടൻ തന്നെ ചെയ്യണമെന്നില്ല, ഒരു വെൻഡിങ് മെഷീൻ, ഒരു കോഫിയും കോഫിയും ടീ അതിൻ്റെ ഒരു 2 വെൻഡിങ് മെഷീൻ വാങ്ങിക്കാൽ ഇവർക്ക് വരുന്നവർക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു കോഫിയും ഒരു സ്നാക്സ് കൗണ്ടറും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് കിട്ടും. സോ അറ്റ്ലീസ്റ്റ് ദേ ക്യാൻ റിലീസ്. അറ്റ്ലീസ്റ്റ് അവർ അതിനു വേണ്ടി അവിടെ വരുന്നവരായിരിക്കും. ചെറിയൊരു സാധനം, ഓക്കെ, അവിടെ നിന്നൊരു കോഫി കുടിക്കാം, നിങ്ങളുടെ സാമ്പത്തിക ഇതനുസരിച്ച്. എന്നാൽ ഇങ്ങനെയുള്ളൊരു കൊച്ചു മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കടയ്ക്ക് ഒരു വലിയ മാറ്റങ്ങളാണ്. ആൾക്കാർ അവിടെ വരും, അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. കുഞ്ഞുങ്ങൾ സാധിച്ചാൽ, ഞാൻ പറഞ്ഞതിൽ ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ വരും. ഒരു കുട്ടിക്ക് ഇരിക്കാനുള്ളൊരു ഊഞ്ഞാലോ അല്ലെങ്കിൽ ചെറിയ ഈ കളി ഇങ്ങനെ ഈ സ്വിങ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഫീൽ ഹാപ്പി. അവരതിനുവേണ്ടി ദൂരെ ഒന്നും പോകില്ല. എന്തുകൊണ്ട് ആൾക്കാർ ഈ വലിയ മാളിൽ പോകണത്? അവിടെ എല്ലാ വിശാലമായ സ്ഥലമുണ്ട്. ഈ പോണ ആൾക്കാരിൽ പകുതി പേരും പർച്ചേസിന് പോകണമില്ല, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകണം, ഒരു കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ അതിനുള്ള. ഇത് ചെറിയ രീതിയിൽ നാട്ടിൻ പുറത്തുള്ള കടക്കാർക്കും ചെയ്യാൻ പറ്റും. അതൊന്നും ചെയ്യാതെ മാളുകാരെ കുറ്റം പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരർത്ഥമില്ല. ഈ മാളുകാരൊക്കെ ഇവരിങ്ങനെ ചെറിയ രീതിയിൽ വന്ന് അങ്ങനെ ഡെവലപ്പായി പോയവരാണ്. ഇപ്പം മാള് വന്നു കഴിഞ്ഞാൽ ചെറിയ കച്ചവടക്കാരുടെ കച്ചവടം നശിക്കുമെന്ന് പറയുന്നതിലൊരു അർത്ഥവുമില്ല. നാട്ടിൻ്റെ ഇന്നത്തെ രീതി അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാൽ തീർച്ചയായും നമ്മൾക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പാകും. ഒരു പ്രശ്നവുമില്ല. ആൾക്കാർ നോക്കുന്ന അവരുടെ ഫെസിലിറ്റീസാണ്, അവരുടെ സൗകര്യമാണ്. ഇതെല്ലാം അവിടെ വന്നു വെച്ചാൽ വണ്ടി വയ്ക്കാൻ സ്ഥലം കാണത്തില്ല, പാർക്കിംഗ് സ്ഥലം കാണത്തില്ല. ഞെങ്ങി തിരിഞ്ഞ് ആൾക്കാർ വഴി തൻ്റെ സിനിമാ തിയേറ്ററിലും ചാരായക്കടയിലും ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ്. ആൾക്കാർ സാധനം വന്ന് നിൽക്കാൻ ഇറിറ്റേറ്റ് ചെയ്യും. അവരങ്ങനെ നിൽക്കില്ല. സോ ബെറ്റർ ആ ഫ്രണ്ടിലുള്ള കൗണ്ടറിനെ മാറ്റി ആൾക്കാർ നേരെ അകത്തേക്കും ആവശ്യമുള്ള വരും, ആവശ്യമുള്ള സാധനം എടുക്കുന്നു. ഇപ്പോൾ ദറ്റ് ടൈം ഹസ്ബൻഡും വൈഫും വരാണ്, ഒരാൾ അപ്പുറത്ത് കുഞ്ഞുമായിട്ട് അപ്പുറത്തിരിക്കും. അതിന് സ്പേസ് കണ്ടെത്തുക. ദിസ് കോൾ ഷോപ്പിംഗ് സിസ്റ്റം. നിങ്ങൾ ഈ ഒരു ലെവലൊന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലാതെ ഈ മാളിൽ എന്താ ചെയ്യുക? ഒന്നുമില്ല, എല്ലാം കടക്കാർ തന്നെ അവർ വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കുന്നു. അവർ പാർക്കിംഗ് സൗകര്യം കൊടുക്കുന്നു, പിള്ളേർക്ക് ചുറ്റിക്കിറങ്ങാനുള്ള സൗകര്യമുണ്ട്, ഗിമിക്സിനുള്ള പരിപാടികളുണ്ട്. ഇപ്പോൾ വല്ല കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഇത്തിരി അത്യാവശ്യം ഇത്തിരി എന്താ പറയുക, ഇത്തിരി ഒന്ന് സന്തോഷിക്കാനും എല്ലാത്തിനുമൊക്കെ അവിടെ ഒരു ഐസ്ക്രീം കഴിക്കാനുള്ള സൗകര്യം അവർ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള കാര്യമേ ഉള്ളൂ. അല്ലാതെ ഈ പഴയ മോഡലിൽ പോയാൽ ഒന്നൊക്കെ നശിച്ചു പോകത്തുള്ളൂ, നമുക്കൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. സോ ഈ പഴയ ആൾക്കാരൊന്ന് മാറി കഴിയുമ്പോൾ നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊന്നും നിങ്ങളുടെ അടുക്കൽ കാണില്ല. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനം നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നശിച്ചു പോകും. അതിന് കണ്ടിന്യൂറ്റി വേണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. അത് വളരെ അത്യാവശ്യമാണ്. ഇത് മാറ്റത്തിൻ്റെ കാലങ്ങളാണ്. അതനുസരിച്ച് നമ്മളും മാറണം. മാറിയില്ലെങ്കിൽ
നാം ഇന്നലെ വരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതെല്ലാം അസ്ഥാനത്തായി പോവും. അതുണ്ടാകാതിരിക്കട്ടെ. കുഞ്ഞു കടയാണെങ്കിലും അതിന് ഇഷ്ടമായിട്ട് നിങ്ങളുണ്ട് ചില വീടുകളും എന്തോ ഒരു നീറ്റായിട്ടൊരു ചെറിയ വീടായിരിക്കും, വളരെ ഓടികൾ അവരുടെ ക്ലീനിങ്, അവരുടെ സൗകര്യവും കുഞ്ഞ് ഗാർഡനും ഒക്കെ വെച്ച് എത്ര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സേ അബൌട്ട് ഒരു 600 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുന്നുണ്ട്, 900 സ്ക്വയർ ഫീറ്റ്, 1000 സ്ക്വയർ. ഹൗ ദേ ആർ മേക്കിംഗ് വെരി നൈസ് ഒരു കിച്ചൺ. ഐ മീൻ എവറിത്തിങ് ദേ ഡു പെർഫെക്റ്റ്ലി. പക്ഷേ അത് വലിയ വീട് വയ്ക്കും, വലിയ മാൾ, ബട്ട് നത്തിങ്, ഒന്നും കാണത്തില്ല. ചുമ്മാ ആവശ്യമില്ലാതെ കുറേ ഫർണിച്ചറും എല്ലാം വലിച്ചുകൊണ്ട് ആവശ്യത്തിന്. അതുപോലെ നിങ്ങളുടെ കസ്റ്റമർ, നിങ്ങളെ തേടി വരുന്ന കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു സൗകര്യം, ഒരു ചെറിയൊരു ഫെസിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അവർ പോകില്ല, അവർ വളരെയായിട്ട് ഇഷ്ടപ്പെടും. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ ചിലവുകളൊന്നും ഉണ്ടാകാത്ത വലിയ ഇതൊന്നും. നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി നിങ്ങളുടെ കടയുടെ സൈസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ നിങ്ങൾക്കൊണ്ട് ഫ്രീ ആയിട്ടുള്ള അഡ്വൈസ് ഞങ്ങൾ തരുന്നതായിരിക്കും. ഞങ്ങൾ സന്നദ്ധരാണ്. ദർ ഇസ് നോ പ്രോബ്ലം. ഒരു രൂപ പോലും ഞങ്ങൾ ചാർജ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോഡേണൈസിങ് ചെയ്യണമെങ്കിൽ, ഒന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ ഐഡിയാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങളോട് ചോദിക്കാം. ഞങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഫ്രീ ആയിട്ട് തരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങളുടെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 7902616164. ഒരിക്കൽ കൂടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ പറയാം, 7902616164. ഇതൊന്ന് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ തരാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.